ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു വ്ളോഗായിട്ടാട്ടോ വന്നത്. അപ്പം ഞങ്ങളിവിടെ നിലമ്പൂർ കനാൽപ്പോട്ട് പോയി. എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ, അത് ആയിഷു വ്ളോഗാണ്, നമ്മൾ യൂട്യൂബർ തന്നെ. അപ്പോൾ ഓളെ കാണാൻ വേണ്ടിയിട്ട് ഓളെ നാട്ടിലേക്ക് പോയതാണ് കേട്ടോ. ഓൾ ഗൾഫിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഓളെ വന്നിട്ട് ഓളെ ഇങ്ങോട്ട് വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓളെ കാണാൻ പോയി. ഓലെ നാട്ടിൽ നല്ലൊരു സ്ഥലമുണ്ട് കേട്ടോ, വൈബായൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങൾക്ക് കുളിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങോട്ട് പോയതാട്ടോ. ഞങ്ങൾ ആദ്യം പ്ലാനിങ് ഇട്ടിഞ്ഞത് നമ്മൾ ആയിഷുവിനെ കണ്ടിട്ട് നേരെ കൊണ്ടോട്ടിന് ഇർച്ചണ്ട് തുടങ്ങിയാണ് അങ്ങോട്ട് പോകാനേനി. അപ്പം ആയിഷുവിനെ കണ്ട് ആയിഷു വന്ന് നോക്കിയപ്പോൾ അവൾ പറഞ്ഞു ഇവിടെയൊക്കെ ഒരുപാട് സ്ഥലമുണ്ട്, പിന്നെ കുരിശുമല ഉണ്ട് ഒക്കെ ഉണ്ട്, നമുക്ക് അവിടെയൊക്കെ പോവുക, അങ്ങനെ കുറേ പാറകെട്ടുകളുണ്ട്, കനാലുണ്ട്, കുളിക്കാനൊക്കെ പറ്റിയ സ്ഥലമുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പം അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി. ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നത് പോയപ്പം വിചാരിച്ചിരുന്നത് ആയിഷുവിനെ കണ്ടാണ്ട് നേരെ കൊണ്ടോട്ടി പോവുക, വൈകുന്നേരം കൊണ്ടോട്ടിക്ക് എത്തുക, പിന്നെ രാത്രിയോട് വീട്ടിലേക്ക് വരിക, അങ്ങനെയൊക്കെ ഇനി വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷെ അത് നടന്നില്ല. ഇനി കൊണ്ടോട്ടി നിർച്ചയ്ക്ക് ഞങ്ങൾ വേറെ ദിവസം പോവാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ചെറിയൊരു കൊച്ചു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് കേട്ടോ ഞാനിത് എടുക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ. നിലമ്പൂര ഭാഗത്തൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയി നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടോക്കട്ടോ. ഞങ്ങൾ പോയോട് കേട്ടോ. ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. ആളെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഓളിങ്ങോട്ട് വരാൻ പറഞ്ഞേ. ഞങ്ങൾ കനാൽപ്പുറത്തിലെത്തിയിട്ടതാ. ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ടിക്കറ്റൊന്നും എടുത്തിട്ടില്ല. ഓള് വരാൻ പറഞ്ഞപ്പോൾ നാസർക്ക ആ കടയ്ക്ക് സാധനം വാങ്ങാൻ പോയി. അപ്പോൾ നമ്മളവിടെ ഇങ്ങനെ ഓളെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ കേട്ടോ, വീട്ടിലെ പായസം എന്ന് പറഞ്ഞാൽ 20 ഉറുപ്പ്യേ. അപ്പോൾ അടപ്രഥമനാട്ടോ, അതും വാങ്ങി കുടിച്ച് അവിടെ ഇങ്ങനെ ഇരുന്നു. പക്ഷെ ഞങ്ങൾ വണ്ടിമേ പോന്നപ്പോൾ അവിടെ വഴിയിലുണ്ട്, അവിടെ 30 ഉറുപ്പ്യ, അതും കുടിച്ച് ഇവിടുന്ന് ഒരു ഗ്ലാസ്സും കുടിച്ച്. നല്ല ടേസ്റ്റാട്ടോ ഇത്. അപ്പോൾ ആയിഷുവിനെ കാത്തിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അത് ആയിഷു വരുന്നുണ്ട്. ഇതാണ് ആയിഷു. ഇതാട്ടോ ഞാൻ പറഞ്ഞ ആള്. ആയിഷുവിനെ കാണാനാട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പം ഞങ്ങളിങ്ങനെ കനാലിപ്പോട്ട് കൂടെ ഇങ്ങനെ നടന്ന് ഓരോന്ന് കണ്ടു പോട്ടെ. ഞങ്ങൾ ചെങ്കാറിലൊന്നും കയറാൻ പോകില്ല, കാരണം ഞങ്ങൾ കുറേ കയറിയതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഓള് ഗൾഫിൽ ഇനിയിപ്പോൾ വന്നതാണ്. എന്തായാലും വീഡിയോയിലുണ്ടാവും, കുറേ ആൾക്കാർക്ക് അറിയിക്കാറ്. ആയിഷ സുഹൈൽ ബ്ലോഗ്, ഞോളം ആയിഷ സുഹൈൽ ബ്ലോഗ്, ആയിഷു ബ്ലോഗ് ഇട്ടോ, ഒന്ന് പോയി സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും. അപ്പോൾ അതോളെ ഇക്കുവിൻ്റെ ജ്യേഷ്ഠൻ്റെ മോളാണ്. കനാലിപ്പോട്ടല്ലേ. അതാണ് 2 പുഴ സംഗമിക്കണേ. അത് ചാലിയാർ പുഴ. ഇത് എടുക്കില്ല. ആ അറിയില്ല, ഏതായാലും സംഗമിക്കുന്നുണ്ട്. പിന്നെ ജങ്കാറിൽ കയറാൻ പോയിട്ടില്ല, കാരണം ജങ്കാറിലൊക്കെ ഇതുപോലെ തന്നെ അവിടെ കാണാനുള്ളത്. ഇതുപോലെ കാടുകളൊക്കെ തന്നെ കാണാനല്ലേ അല്ലേ. അങ്ങനെ കനാലി പ്ലോട്ട് കണ്ട് മടങ്ങുക കേട്ടോ ഞങ്ങൾ. കാരണം ഇവിടെ വല്ല കാണാനൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, രസമുണ്ട്. പിന്നെ നല്ല തണലാട്ടോ, നല്ല കാറ്റൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുക. ഇനി ഞങ്ങൾ പോണത് എങ്ങോട്ടറിയോ? കക്കാടം പോയിക്ക്. അവിടേക്ക് നേരെ വണ്ടി വിടും. ഓളോളെ വണ്ടി മേലും ഞങ്ങളെ വണ്ടി മേലും കയറി അങ്ങനെ പോവുക. ഇതേ നടക്കുകയുള്ളൂ ഇന്നത്തെ ട്രിപ്പ് ഇങ്ങനെ. അത് കഴിഞ്ഞിട്ടാണ് കൊണ്ടോട്ടിട്ട് ചാടാൻ പോകാൻ ഇൻഷാ അള്ളാ. ഇത് പറ്റിയിട്ടില്ലെങ്കിൽ. മക്കളെ ഞങ്ങൾ കുരിശുമല കയറുകയാണ് കേട്ടോ. കയറുക അറിയില്ല, പോയി നോക്കട്ടെ. പിന്നെ കുരിശുമലയ്ക്ക് കുറേ പോവാൻ തോന്നുന്നുണ്ട്. അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. കുറേ കയറാണ്ട്, ഒരു ചെങ്ങല പിടിച്ച് കയറണം എന്നൊക്കെ പറയുന്നുണ്ട്.
വഴിയോരത്തൂടെ പോകണം കേട്ടോ മക്കളെ. പാറയാണ്. കേറാ കേറാലോ. ഇതാണ് കുരിശുമല. ഈ മല കേട്ടോ ഞങ്ങൾ കയറണേ. നല്ല കാറ്റുണ്ട്. കേറി ചെങ്ങനെ പിടിച്ച് ഇറങ്ങിക്കൂട്. പാറ അതിലാണ്ടൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ പോകുക കേട്ടോ. കയറാൻ കഴിയണില്ല. കയറൂല. ഞങ്ങൾ കക്കാടംപൊയിൽ പോയില്ല കേട്ടോ. കക്കാടംപൊയിൽ പോവാതെ ഞങ്ങൾ ആട്യൻപാറയിലൂടെ പോയി. ആട്യൻപാറ ഉൾവനത്തിലൂടെ ഉള്ള യാത്രയിലാണ് ഞങ്ങൾ. അല്ലേ, ഇതിങ്ങനെ ഒരു റോഡുണ്ട്. ആ റോഡിൽ കൂടെ പോയിരിക്കണം. അപ്പോൾ അത് കക്കാടംപൊയിലാകുമ്പോൾ നമുക്ക് ഒരുപാട് കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. നമ്മൾ നേരെ ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി. നമ്മൾ ആട്യൻപാറ എത്തിയിട്ട് ആട്യൻപാറയിലായി. ആയിഷു ഞാനും എന്ത് നമ്മൾ ആട്യൻപാറ വേറെ സ്ഥലത്താണ്. ആട്യൻപാറൻ്റെ കൊടുക്കട്ടെ. ഞങ്ങൾ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കട്ടെ കാത്തിരിക്കുക. മുഖം പിന്നെ കാണിച്ചില്ല. ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആരും കാണിക്കുന്നില്ല. അപ്പം ഞങ്ങൾ ആയിഷുവിൻ്റെ വീട്ടിലേക്ക് വന്നതാട്ടോ. തട്ടടി ആയിഷുവിൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. ആയിഷുവാണിത്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകണ്ട് കുളിക്കാൻ. ഞങ്ങൾക്ക് വെള്ളത്തിൽ ചാടാൻ പോവുക. അപ്പം ഞങ്ങൾ പിന്നെ അവിടെ പോയി വെള്ളത്തിലൊക്കെ ചാടി കുളിച്ച് ഞങ്ങൾ നേരെ ആയിഷുവിൻ്റെ വീട്ടിലേക്കായിട്ട് എത്തിയത്. ഇവിടെ ആയിഷുവിൻ്റെ വീട്ടിലാണ് ഇപ്പം ഉള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഇവിടെ ഭയങ്കര സൽക്കാരൊക്കെ കേട്ടോ. കുടിച്ചിട്ട് പോകാൻ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ പോണത് ഇന്ന് കൊണ്ടോട്ടി പോകണില്ല. കാരണം എനിക്ക് നേരമല്ല. ഇപ്പം തന്നെ 6 മണിയായി. അപ്പം നേരമല്ല. അതോട് കൊണ്ടോട്ടി ടെസ്റ്റിന് പോകണില്ല. കൊണ്ടോട്ടി ന്യൂസ് അറിഞ്ഞിട്ടില്ല. ന്യൂസൊക്കെ പോകണില്ല. ഇതാ മോളൂസ് കൊണ്ടോട്ടി ന്യൂസൊക്കെ പോകണില്ല. ഇനി പിന്നെ ഒരു ദിവസം പോവാൻ വിചാരിച്ച്. ഇക്ക പോണേൻ്റെ 2 ദിവസം മുന്നേ പോവാൻ വിചാരിച്ച്. ഇനി നേരെ വീട്ടിലേക്ക് വിടും. ഇവിടെയും കൂടി ഒന്ന് കയറി ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു ബ്ലോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ചെറിയൊരു കുഞ്ഞ് ബ്ലോഗാക്കി എടുത്തുന്നുള്ളൂ കേട്ടോ. പിന്നെ ആയിഷുവിനെ കാണാൻ ഓൾ വന്നിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഓൾക്ക് ഒറ്റയ്ക്ക് അങ്ങോട്ട് പോരാൻ കഴിയില്ല. പിന്നെ എനിക്ക് പോണതിൻ്റെ മുന്നേ ഓളെ നമുക്ക് ഉണ്ടാവും പോയി കാണാറുണ്ട്. അങ്ങനെ പോകുന്നതിന് ഞങ്ങൾ അങ്ങനെ ഓളെ വീട്ടിൽ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ടു. അപ്പോൾ തന്നെ ഓളെ അമ്മ കരിവേപ്പിൻ്റെ ഇല, മുരിങ്ങ, വെല്ലിമ്മ മുരിങ്ങ, കരിവേപ്പൊക്കെ തിന്ന്, ആന്തോളി നാരങ്ങ തിന്ന്, അങ്ങനത്തെ ഒക്കെ തിന്നിട്ട് നമുക്ക് മുരിങ്ങ കിട്ടണില്ല. കരിവേപ്പും കടയിൽ നിന്നൊക്കെ വാങ്ങലല്ലേ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് പോന്നിട്ടോ. പോകുന്നതിൻ്റെ ശേഷം ഞങ്ങൾ നേരെ ഇടവണ്ണ പാലത്തിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ അവിടെ എന്തോ പ്രസംഗമൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുലാവുണ്ട് അവിടെ. അപ്പോൾ അതും വാങ്ങി കുടിച്ച് ഒരു ഗ്ലാസ്. രണ്ടാക്കും കൂടി ഒരു ഗ്ലാസ് വാങ്ങി. കാരണം കുലാവ് വലിയൊരു ടേസ്റ്റ് ഉണ്ടാണ്, കുഴപ്പമില്ല. ഒരാൾക്ക് രണ്ടാക്കും കൂടി ഒന്ന് മതി പറഞ്ഞ് അങ്ങനെ അതും കുടിച്ചതാണ് ഇടവണ്ണപ്പുഴ കേട്ടോ. അപ്പം നമ്മൾ നിൽക്കുന്ന ഇടവണ്ണ പാലത്തുമ്മലാണ്. അപ്പം ഇതാണ് ഇടവണ്ണപ്പുഴ. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ ഇപ്പം എത്തിയിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾ പിന്നെ 8:30 ഇപ്പം ടൈം, രാത്രി 8:30 ടൈമാണ്. ഞങ്ങൾ ഇപ്പം എത്തിയിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾ പോയാണ്ട്. അപ്പോൾ നമുക്ക് ആയിഷുവിൻ്റെ വീട്ടിൽ നിന്ന്
പിന്നെ അവിടെ ഒരു നല്ലൊരു സ്ഥലമുണ്ട് കേട്ടോ, നമുക്ക് കുളിക്കാനും നല്ല നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പാട്ടോ. ആ ഒരു പാറക്കെട്ടിലൊരു സ്ഥലം TK കോളനിയിലെ, അതിൽ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പോയൊക്കെ കുളിച്ച് നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ട് ഞാനും ആയുഷൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ആയുഷ് മുരിങ്ങ ഓളോടെ തോനെ മുരിങ്ങ ഉണ്ട് കേട്ടോ. അപ്പോൾ മുരിങ്ങയും അതുപോലെ മാന്തോളി, നാരങ്ങ, കരിവേപ്പിൻ്റെ ഇല. നമ്മൾ കരിവേപ്പിൻ്റെ ഇല ഇവിടെ കടയിൽ നിന്ന് വാങ്ങലല്ലേ, ഇവിടെ മുരിങ്ങയൊന്നും കിട്ടുന്നില്ല. നമ്മളെ വീട്ടിലൊക്കെയാണ് നമ്മൾക്ക് ഉണ്ടാക്കും, ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെ തന്ന്. ഇതാ മുരിങ്ങ തന്ന്, മാന്തോളി, നാരങ്ങ, കരിവേപ്പിൻ്റെ ഇല. പിന്നെ ഇപ്പം ഞങ്ങൾ പോന്നപ്പോൾ കുറച്ച് സാധനം, പച്ചക്കറി, അരി, നെയ്ച്ചോറിൻ്റെ അരി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ ഇത്രയൊക്കെ തോളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ഒരു കൊച്ചു വ്ളോഗ് കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് എന്തായാലും കാണാം കേട്ടോ.